നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ്. അപ്പം ഇലക്ട്രോൺസിന്റെയും പ്രോട്ടോൺസിന്റെയും ന്യൂട്രോൺസിന്റെയും നമ്പറാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് സോഡിയത്തിന്റെ അറ്റോമിക് നമ്പറും തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ മുകളിൽ കൊടുത്തിരിക്കുന്ന ആളാരാണ്? മാസ് നമ്പർ ആണ്. മാസ് നമ്പറിനെ നമ്മൾ എ വെച്ചാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, അറ്റോമിക് നമ്പറിനെ നമ്മൾ സെഡ് വെച്ചാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമുക്കറിയാം സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ 11 ആണ്. അപ്പൊ അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് പ്രോട്ടോൺസിന്റെ എണ്ണമാണ്. അപ്പൊ പ്രോട്ടോണിന്റെ എണ്ണവും എന്ത് തന്നെയാണ് വരുന്നത്? 11 ആണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഇലക്ട്രോണിന്റെ എണ്ണം എങ്ങനെയാണ് വരിക? സോഡിയം ഒരു ആറ്റം ആണ്. അപ്പൊ പ്രോട്ടോണിന്റെ എണ്ണം തന്നെയാണ് ഇലക്ട്രോൺസിന്റെ നമ്പറുമായിട്ട് വരുന്നത്. ഇനി നമുക്ക് ന്യൂട്രോണിന്റെ എണ്ണം നോക്കണം. അപ്പൊ ന്യൂട്രോണിന്റെ എണ്ണം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക് നമ്പർ കുറച്ചാൽ മതി. കാരണം എന്താ? നമുക്കറിയാം മാസ് നമ്പർ എന്ന് പറയുമ്പം എത്ര നമ്പർ ഓഫ് പ്രോട്ടോൺസും ന്യൂട്രോൺസും ന്യൂക്ലിയസിലുണ്ട്, അതാണ് മാസ് നമ്പർ. അപ്പൊ ന്യൂട്രോൺസിന്റെ എണ്ണം കണ്ടുപിടിക്കണമെങ്കിൽ A-Z ആണ്. അപ്പൊ നമ്പർ ഓഫ് ന്യൂട്രോൺസ് എങ്ങനെ നമുക്ക് കിട്ടും? 23ൽ നിന്ന് 11 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 12 നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഉണ്ടെന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഈ പൊട്ടാസ്യത്തിന്റെ ആൻസർ നിങ്ങൾ എല്ലാവരും കമന്റ് ചെയ്തേ. പൊട്ടാസ്യത്തിന്റെ അകത്തുള്ള ഇലക്ട്രോൺസിന്റെയും പ്രോട്ടോൺസിന്റെയും ന്യൂട്രോൺസിന്റെ എണ്ണം നിങ്ങൾ എല്ലാവരും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക.